ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതിന് നമ്മളാണെങ്കിൽ ഇപ്പം ചക്കയുടെ സീസണൊക്കെ ഇല്ലേ, അപ്പോൾ ഒരു വരിക്കച്ചക്ക, നന്നായിട്ട് പഴുത്തൊരു വരിക്കച്ചക്കയുടെ കുറച്ച് ചുളയെടുക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള അത് നന്നായിട്ട് അരിഞ്ഞ് ആവശ്യമുള്ള തേങ്ങ തിരുമുക. അപ്പം തേങ്ങയും ഏലക്ക വേണം, പൊടിക്കത് ഏലക്ക പൊടിയാക്കിയത്, പിന്നെ ഒരു 2 കട്ട ശർക്കര, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. അതിനുശേഷം അതാണെങ്കിൽ വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള അരിപ്പൊടിക്കകത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ലൂസായി പോലെ തിക്കായിട്ട് കുഴച്ചെടുക്കുക. ഇലയിൽ പരത്താവുന്ന പാകത്തിന്. നേരത്തേക്ക് ശർക്കര ലായനിയായി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരുന്ന ചക്ക, പഴുത്ത ചക്ക അതിനകത്തിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ശർക്കരയ്ക്കകത്ത് കിടന്ന് വെന്ത് നല്ലപോലെ ഉടയുന്ന രീതിയിൽ അതിനകത്തേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയിൽ വിട്ട് പൊടിച്ച ഏലക്കായും കൂടി അതിനകത്തിട്ട ശേഷം അത് നന്നായിട്ട് പറ്റിച്ച് എടുക്കുക. പറ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കുക. പിന്നീട് നമ്മൾ ആവശ്യമായിട്ടുള്ള ഇല എടുക്കുക. ഇല നന്നായിട്ട് കഴുകി തുടച്ച് അതിലേക്ക് അല്പം നെയ്യ് പുരട്ടുന്ന ഈ അരിമാവായതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നെയ്യ് പുരട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അതിലേക്ക് ഈ അരിമാവ് നന്നായിട്ട് കുഴച്ച അരിമാവ് നന്നായിട്ട് പരത്തിയ ശേഷം അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് പുരട്ടി കൊടുക്കും. അതിനുശേഷം പുരട്ടി എല്ലാം ഉണ്ടാക്കി മടക്കിയിട്ട് ഇഡലി കുട്ടകത്തിൽ വെച്ച് ആവിയിൽ നന്നായിട്ട് വേവിച്ച് എടുക്കണം. അപ്പം നന്നായിട്ട് വേവിച്ചെടുത്താൽ നല്ല കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നമുക്ക് കമൻ്റായിട്ട് അയക്കണം കേട്ടോ. പിന്നെ ടേസ്റ്റ് ഉണ്ടോ, എങ്ങനെയുണ്ടോ ഉണ്ടാക്കിയതെന്നൊക്കെ കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.